കുറച്ച് നാളായിട്ട് എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വർക്കായിരുന്നു നമ്മുടെ ടെക്സ്ചർ ആർട്ട്. ഇത് കാണുമ്പോഴൊക്കെ ചെയ്യണമെന്ന് തോന്നുമെങ്കിലും മടി കാരണം ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പേപ്പർ എടുക്കണം, വെള്ളത്തിൽ കുതിർത്തണം, അതിൽ പെയിന്റ് ആഡ് ചെയ്യണം, അങ്ങനെ കുറേ പണിയുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയതായിരുന്നു. ഇന്നെന്തോ തൽക്കാലമുള്ള മടിയൊക്കെ മാറ്റി വെച്ച് ഞാനത് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇത് ചെയ്യാനിരുന്നപ്പോൾ നേരിട്ട പ്രധാന വെല്ലുവിളിയായിരുന്നു ഇതിൻ്റെ ക്വാണ്ടിറ്റി. ഏകദേശം എത്ര പേപ്പർ എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ആകെ 5-6 ടിഷ്യൂ പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു കാർഡ്ബോർഡ് പീസിൽ ഇതിന് ഒട്ടിച്ചെടുക്കാന്നുള്ളതായിരുന്നു. അപ്പം നമ്മുടെ ബേസിൻ്റെ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആഡ് ചെയ്യേണ്ട ടെക്സ്ചറിൻ്റെ അളവ് കുറച്ച് മതിയല്ലോ. അങ്ങനെ ഞാനിവിടെ കുറച്ച് പേപ്പർ വെള്ളത്തിൽ കുതിർത്ത് അതിനെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷനായി, ഇതെങ്ങാനും തികഞ്ഞില്ലെങ്കിലോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ വേറെ ടിഷ്യൂ പേപ്പർ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കയ്യിലുണ്ടായിരുന്ന ഒരു A4 എടുത്തിട്ട് സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ചെറിയ പീസ് ഓഫ് കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ കാണുന്ന പോലെ കുറച്ച് വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ടെക്സ്ചറൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. സാധാരണ ടെക്സ്ചർ പെയിന്റിങ്ങിന് വേണ്ട ടെക്സ്ചർ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കളർ ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പശയും ആഡ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ പശ ആഡ് ചെയ്തിട്ടില്ല. പകരം ഞാനിതിനെ കാർഡ്ബോർഡിലേക്ക് ഒട്ടിക്കുന്ന സമയത്ത് അവിടെ പശ തേച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്.